എല്ലാവർക്കും ജനതാ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വർക്കിനായി വന്നിരിക്കുന്ന ഒരു VX ഹൈബ്രിഡ് വേരിയൻ്റ് ആണ്. നമുക്കിതിനകത്ത് DRL ചേഞ്ച് ചെയ്യാനുണ്ട്, ജിയാ ഗ്രില്ല് ആഡ് ചെയ്യാനുണ്ട്, ബോഡി കളേഴ്സ് എല്ലാം പേൾ വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ട്. അതിനോടൊപ്പം തന്നെ അലോയ് വീല് പെയിൻറ്റ് ചെയ്യാനുണ്ട്, കാലിപ്പറിന് റെഡ് കളർ ആക്കാനുണ്ട്, പിന്നെ കുറച്ച് കൂളിംഗ് ഫിലിം, അങ്ങനെ കുറച്ചൊരു മൈനർ വർക്കുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കിനി ജിയാ ഗ്രില്ല് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് 2 ദിവസത്തേക്കായിട്ട് തൃശ്ശൂരിൽ നിന്ന് വന്ന വർക്കാണിത്. അപ്പോൾ ജിയാ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. DRL നമ്മൾ ഓൾറെഡി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്ലോസി ബ്ലാക്കിലേക്കാണ് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ജിയാ ഗ്രില്ല് ടൊയോട്ട ഇലക്ട്രിക് ഗൺ മെറ്റലിലേക്ക് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിയാ ഗ്രില്ലിനും അതേപോലെ സൈഡ് ക്ലാഡിങ്സ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത വർക്കിന് അലോയ് വീൽ പെയിൻറ്റിംഗ് ആണ്. അലോയ് വീൽ പെയിൻറ്റിങ്ങിനായിട്ടുള്ളത് കൊണ്ടാണ് ഒരു ദിവസം പെയിൻറ്റിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് മാത്രം കസ്റ്റമർ ഇവിടെ സ്റ്റേ ചെയ്യുകയാണ്. അപ്പോൾ കാലിപ്പർ നമ്മൾ ഓൾറെഡി റെഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. 4 കാലിപ്പറും റെഡ് കളർ പെയിൻ്റാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടി വൈറ്റ് അണ്ടർ കോട്ടും കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ടൈം എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നോർമൽ വർക്കെല്ലാം ഒരു ദിവസം തീരുന്നതാണ്. ബാക്കിലത്തെ ബമ്പർ നമ്മൾ റിമൂവ് ആക്കി എടുത്തിട്ടുണ്ട്. കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ വരുന്ന ക്ലാഡിങ്സ് നമ്മൾ പേൾ വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം വണ്ടിയുടെ വർക്ക് ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ DRL ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. DRL എല്ലാം 1 ഇയർ വാറൻറ്റി വരുന്നതാണ്. ഈ താഴെ കാണുന്ന ക്ലാഡിങ്സ് എല്ലാം വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ DRL ബ്ലാക്കിലേക്ക് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂ മോഡൽ DRL ആണ്. ഒരു സ്മോക്ക്ഡ് എഫക്റ്റാണ് DRL വരുന്നത്. വണ്ടി ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള ലുക്കാണിത്. നമ്മൾ താഴത്തെ ക്ലാഡിങ് എല്ലാം ബോഡി കളറിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു അത്യാവശ്യം നല്ല ലുക്ക് വണ്ടിക്ക് വന്നിട്ടുണ്ട്. DRLും അതേപോലെ ഫുള്ള് ബ്ലാക്കാണ് വരുന്നത്. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും വരുന്നത് ഫുള്ള് ബ്ലാക്കിലാണ്. ഇത് വണ്ടിക്ക് പ്രത്യേക ഒരു ലുക്ക് വരുന്നുണ്ട്. ഇത് പുതിയ മോഡൽ DRL ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സാണ്. ഫ്രണ്ട് ബാക്ക് സിൽവർ കളർ ആഡ് ഓൺ നമ്മൾ ഇതിന് മുന്നേ ഇരുന്ന ആഡ് ഓൺ അതേപോലെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള ജിയാ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമുള്ള മെയിൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന സൈഡിലേക്കാണ്. ഗാർവെയറിൻ്റെ ഫ്രണ്ട് കൂളിംഗ് ഫിലിം അടിച്ചിട്ടുണ്ട്, സൈഡ് കൂളിംഗ് ഫിലിം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെയിൻ ഗാർഡ് ഫുൾ ബ്ലാക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സൈഡ് ക്ലാഡിങ്സ് വൈറ്റും ക്രോമും ആണ് വരുന്നത്, പക്ഷേ നമ്മൾ അത് കൺവേർട്ട് ചെയ്ത് ഫുൾ ബ്ലാക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. അലോയ് വീൽസ് നമ്മൾ ബ്ലാക്കിലോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, കാലിപ്പേഴ്സ് റെഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ ഇനി നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. റിയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലെറ്റേഴ്സ് എല്ലാം ഡീക്രോമിങ് ചെയ്യാനുണ്ട്, അതേപോലെ ടൊയോട്ടേൻ്റെ ലോഗോയും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക് ഇനി പെൻഡിങ് ഉണ്ട്, അതിപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ താഴത്തെ പീസ് എല്ലാം നമ്മൾ പേൾ വൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത്.